ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ കുറച്ചൊരു മോട്ടിവേഷൻ ഒരു സംഭവമായിട്ടാണ് ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. മോട്ടിവേഷൻ വേറെ ഒന്നിലുമല്ല, നമ്മുടെ യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ടുള്ള പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്കും പിന്നല്ലാതെ നേരത്തെ മുതലേ യൂട്യൂബ് ചാനൽ ഉള്ളവർക്കും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു മോട്ടിവേഷണൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് മുന്നേറാം, എങ്ങനെ നമുക്ക് ഗ്രോ ചെയ്യാം, യൂട്യൂബിൽ നമുക്ക് എങ്ങനെ ഗ്രോ ചെയ്യാം എന്നൊക്കെ നോക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾ തമ്പനയിലും നമ്മളുടെ ക്യാപ്ഷനിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ ഉള്ളൊരു പല ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. പിന്നെ പലരും നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കും. എന്തിനാ, ഇതുകൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ, എന്തെങ്കിലും ഒരു കാലത്ത് ഗുണം പിടിച്ച് എന്നുള്ള പല കാര്യങ്ങളും നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ. നമ്മൾ മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ കാര്യം നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. നമ്മളുടെ സാഹചര്യമാണെങ്കിലും നമ്മളുടെ അവസ്ഥയാണെങ്കിലും ജീവിത സാഹചര്യമാണെങ്കിലും എന്തോ ആണെങ്കിലും നമ്മളുടെ കാര്യം നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ നമ്മൾ എല്ലാവരോടും നമുക്ക് ഇപ്പം എത്ര ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ തുറന്നു പറയുന്നു. അതൊക്കെ വേറൊരു കാര്യം. നമ്മൾ ഒന്നും എത്ര ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ പോലും ആരോടും നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്നും തുറന്നു പറയത്തില്ല. അത് എല്ലാവരും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്താലേ വിജയത്തിലോട്ട് എത്താൻ പറ്റൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വെറുതെ തുടങ്ങിയിട്ട് നമ്മൾ കാര്യമില്ല. അതിൻ്റെ പല കാര്യങ്ങളും ചെയ്യണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് വെറുതെ വീഡിയോസ് അങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് കാര്യം പറഞ്ഞതുപോലെ തന്നെ വെറുതെ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യുക എന്നല്ല നമ്മളെ യൂട്യൂബിൽ വേണ്ടത്. അത് കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം, ഏത് വീഡിയോ എപ്പോൾ എടുക്കുന്നു എന്നുള്ളത്. പിന്നെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കണം. ഇതൊക്കെ എനിക്ക് അത്ര അറിവുള്ള സംഭവമൊന്നും അല്ലായിരുന്നു കേട്ടോ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും അറിയുന്നതായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ ചവറ് പോലെ വീഡിയോസ് എടുത്തിടുക എന്നൊക്കെ പറയുന്നത് എൻ്റെ പഴയ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ എടുക്കുക. പിന്നെ എന്താ പറയുക, അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നതും അതും പ്രധാനമാണ്. ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ തമ്പനയിലാണ്. തമ്പനയിൽ നമ്മളുടെ കാണുന്ന ആൾക്കാർക്ക്, നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് ആ വീഡിയോയിൽ എന്താണ് ഉള്ളത്, ഇപ്പം ഒരു കാര്യം നമ്മൾ എഴുതി ചേർക്കുമ്പോൾ അത് അവർക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളതാണോ എന്ന് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. അത് ഇൻട്രസ്റ്റ് ഉള്ളതാവുമ്പം അവർ ഈ വീഡിയോയിൽ എന്തോ സംതിങ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളുടെ വീഡിയോ ഓപ്പൺ ആക്കി നോക്കും. അങ്ങനെ ചെയ്യുക. തമ്പനയിൽ എത്രത്തോളം നമുക്ക് ബെസ്റ്റ് ആക്കാൻ പറ്റുമോ അത്രയും നമ്മൾ തമ്പനയിൽ ബെസ്റ്റ് ആക്കുക. ക്യാപ്ഷനും നല്ലൊരു ക്യാപ്ഷൻ കൊടുക്കുക വീഡിയോ പറ്റിയിട്ടുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വീഡിയോസ് എടുക്കുന്നത് നല്ല ക്വാളിറ്റിയിൽ എടുക്കുക. കുറച്ച് ഭാഗമേ ഉള്ളെങ്കിൽ പോലും നമുക്ക് ഇപ്പം ഒരുപാട് ലെങ്ത് ഉള്ള വീഡിയോസ് ചെയ്യണമെന്ന് തന്നെ ഇല്ല. ചെറിയൊരു വീഡിയോ, ഒരു 3-4 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ പോലും അത് എത്രത്തോളം ആൾക്കാർക്ക് പ്രയോജനപ്പെടും, അല്ലെങ്കിൽ ആൾക്കാരെ എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് തോന്നും എന്നുള്ളത് വെച്ചിട്ടായിരിക്കും നമ്മുടെ വീഡിയോസ് മറ്റുള്ളവർ കാണുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, പലരും എന്നോട് ചോദിക്കുന്ന കാര്യമാണ് ഈ പാട്ട് എങ്ങനെയാണ് വീഡിയോസിൽ കൂട്ടിച്ചേർക്കുന്നതെന്നുള്ളത്. പാട്ട് കൂട്ടിച്ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ മ്യൂസിക്, കുറേ മ്യൂസിക് ഉണ്ട്. അപ്പോൾ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിലുള്ള മ്യൂസിക്കുകൾ നമുക്ക് യൂട്യൂബ് ഫ്രീ ആയിട്ടാണ് നമുക്ക് തരുന്നത്. നമുക്ക് അതിൽ നിന്ന് നമ്മളുടെ വീഡിയോ ഏതാണോ അതിനനുയോജ്യമായിട്ടുള്ള മ്യൂസിക്കുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ്, ഞാനിപ്പോൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു വീഡിയോയുടെ ഇൻട്രോ ഭാഗം ഉണ്ടല്ലോ, ആ വീഡിയോയിൽ എന്തൊക്കെയാണോ പ്രധാനമായിട്ടും കാണിക്കുന്നത് അതിലെ കുറച്ച് ക്ലിപ്പുകൾ വീഡിയോൻ്റെ ഫസ്റ്റ് ഭാഗത്തായിട്ട് വയ്ക്കും. എന്നിട്ട് ആ ഭാഗം ഇങ്ങനെ സ്പീഡിൽ കുറച്ച് ഭാഗം കാണിക്കും, ഒരു ഇൻട്രോ പോലെ കാണിച്ചിട്ട് അവിടെയാണ് ഞാൻ മ്യൂസിക് കൊടുക്കുന്നത്. ആദ്യം അത്രയും ഭാഗം കട്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ മ്യൂസിക് ആഡ് ചെയ്യുന്നത്. എന്നോട് പലരും ഈ മ്യൂസിക്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, എങ്ങനെയാണ് ഏതാണ് എന്നൊക്കെ. ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ഈ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ എല്ലാം കൂടി ഞാനൊരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ചാനലിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഒരു പ്ലേലിസ്റ്റ് യൂട്യൂബ്
ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, പിന്നെ യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്തുനിന്ന് നമ്മൾ മ്യൂസിക് ഡൗൺലോഡ് ചെയ്യുന്നത്, അതേപോലത്തെ കുറേ അധികം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വീഡിയോ വേണമെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ടൈം. യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം ഇപ്പം എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. പെട്ടെന്ന് നമുക്കൊരു ഗ്രോത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക തന്നെ വേണം കേട്ടോ. ഇപ്പോൾ ഇന്നൊരു വീഡിയോ ഇട്ടു, അത് കഴിഞ്ഞ് നാളെ വീഡിയോ ഇടത്തില്ല. മറ്റന്നാൾ നമ്മൾ ഇന്ന് വീഡിയോ എത്ര മണിക്കാണോ അപ്ലോഡ് ചെയ്തത് ആ ടൈമിലായിരിക്കത്തില്ല നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതിന് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് അൺലിസ്റ്റ് ചെയ്ത് വെക്കുക. അൺലിസ്റ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്കതിലൊരു ടൈം കൊടുക്കാൻ പറ്റും. ഇന്ന ഡേറ്റിൽ ഇത്ര സമയത്ത് ആ ഒരു വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആയിക്കോളും എന്നുള്ളൊരു സംഭവം നമ്മുടെ യൂട്യൂബിൽ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഓരോ വീഡിയോയ്ക്കും നമുക്കങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ടൈമിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഒരു കൺസിസ്റ്റൻസി നമ്മൾ കീപ്പ് ചെയ്യാം. അതായത് നമ്മൾ ഇന്ന് രാവിലെ 8 മണിക്ക് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തെങ്കിൽ നാളെ രാവിലെ കറക്റ്റ് 8 മണിക്ക് തന്നെ നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. മറ്റന്നാളും അതേ കറക്റ്റ് ടൈമിൽ 8 മണിക്ക് തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം. എല്ലാ ദിവസവും നമ്മൾ ഒരേ ടൈമിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് മാക്സിമം നമ്മൾ ശ്രമിക്കണം. യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കീപ്പ് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ഇങ്ങനൊരു സംഭവം നോക്കുന്ന ടൈമിൽ നമുക്ക് യൂട്യൂബിൽ പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നല്ല വീഡിയോസ് എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ എഡിറ്റൊക്കെ ചെയ്ത് ലാഗ് അടിപ്പിക്കാതെ അതിനനുസരിച്ച് എഡിറ്റ് ചെയ്ത് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെയൊക്കെ യൂട്യൂബിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. വാച്ച് അവർ നമുക്ക് കൂടും, സബ്സ്ക്രൈബേഴ്സ് കൂടും. ഷോർട്ട് വീഡിയോസ് ഇടുന്നതിലൂടെ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ നേടാനായിട്ട് പറ്റും. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടാനാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോസ് കൂടുതലായിട്ടും അപ്ലോഡ് ചെയ്യുക. വാച്ച് അവർ കൂട്ടാനുള്ളവരാണെങ്കിൽ, ഇപ്പോൾ തുടക്കക്കാരാണ് എന്നുണ്ടെങ്കിൽ വാച്ച് അവർ കൂട്ടണം എന്നുള്ളത് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ലാഗ് അടിപ്പിക്കാത്ത രീതിയിൽ വീഡിയോസ് ചെയ്ത് നമ്മൾ കറക്റ്റ് ടൈമിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.